ഹൃദയസഖീ സ്നേഹമയി ആത്മസഖീ അനുരാഗമയി എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോവുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരുകിൽ ഞാനുണ്ടല്ലോ. മോളെ ലക്ഷ്മി, ഇവിടെന്താ ആരുല്ലേ മോളെ? ഇതാര്? മാധവേട്ടനോ? ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയോ? എന്നെ ഇങ്ങോട്ടേക്കുള്ള വഴി ഞാൻ വേഗം മറക്കൂ. എന്റെ കുഞ്ഞെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പിള്ളേരാണെങ്കിൽ എനിക്ക് മുട്ടുവേദന കാരണം പുറത്തേക്ക് ഇറക്കണില്ല, അതുകൊണ്ടാ വരാഞ്ഞ്. അല്ല, ഞാനൊരു കാര്യം കേട്ടല്ലോ. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആണോ? എന്താ? നമുക്ക് അകത്ത് സംസാരിക്കാം, വയ്യാത്തതല്ലേ? ഓ, അതോ? അതെന്റെ ചേട്ടന്റെ മോനുണ്ട്. അവനങ്ങ് കർണാടകയിലാ. നാട്ടിലെ നൂറൊക്കെ പഠിച്ചായിരുന്നു, പക്ഷെ ഇവിടെ ആയിരുന്നില്ല, വേറെ എടുത്തായിരുന്നു. ഇപ്പതേ വീണ്ടും നാട്ടിലേക്ക് വരുന്നുണ്ട്. ഓ, ആളെപ്പോഴെത്തോ? എത്താറായിന്നാ പറഞ്ഞ്. അപ്പോ ഇപ്പൊ വരുമായിരിക്കും. ചെറിയമ്മേ. ആഹാ, പറഞ്ഞത് നാക്ക് വായിട്ടിട്ടില്ല, അപ്പഴേക്കേ വന്നു. ഓ, അപ്പൊ ഇതാണല്ലേ കുഞ്ഞ്? ആ മാധവേട്ടാ, ഇവനാ. മോനെന്താ അവിടെ നിക്കുന്നേ? വാ, കേറി വാ. അപ്പൊ കുഞ്ഞെ, ഞാൻ എന്തായാലും ഇറങ്ങാം. ഇനി ഇരുന്നേരം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മക്കളൊക്കെ സീനാവും നീ. ഇപ്പൊ വന്ന് കേറില്ലല്ലോ, എന്തെങ്കിലും കുടിച്ചിട്ട് പോയിരുന്നില്ലേ? ഏയ്, ഞാനില്ല. പിന്നെ ഉണ്ടല്ലോ, രാധുവിനോട് എന്റെ അന്വേഷണം എന്ന് പറഞ്ഞേക്കണേ. പിന്നെ കുഞ്ഞെ, രാധുവിനെ ഇടയ്ക്ക് അങ്ങോട്ടോ വിട്ടോളൂ. നീ ഇങ്ങനെ പിടിച്ച് നിർത്തല്ലേ കേട്ടോ അവളെ. പറയുള്ളടുത്ത്. അപ്പൊ മോനെ, ഞാൻ അവിടെ ഇറങ്ങുവാണേ. നമുക്ക് വിശദമായി പിന്നെ പരിചയപ്പെടാം. ശരി, ആയിക്കോട്ടെ. അല്ല മോനെ, നിനക്ക് സുഖന്യായിരുന്നോ യാത്രകളൊക്കെ? ചെറിയമേ, എനിക്ക് യാത്രകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മോനെ വീട്ടിൽ ഇവിടെ 3 കൂടെ നടക്കണ്ടായിരുന്നു. അതാരാ? എന്റെ മക്കള് തന്നെ, വേറെ ആര്? ദേ മോളെ, ദേ സൂര്യ വന്നു. നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ സൂര്യേട്ടൻ. ഇവര് ഞാൻ പറഞ്ഞ ആള് എന്റെ 3 മക്കള്. ഇത് എന്റെ മൂത്ത മോള് അമൃത, അമ്മൂന്ന് വിളിക്കും. ഇതെന്റെ രണ്ടാമത്തെ മോള് മാളവിക, മാളൂന്ന് വിളിക്കും. ഇതെന്റെ 3ാമത്തെ മോള് അനാമിക, അനുന്ന് വിളിക്കും. ഓ, ഹായ് ഓൾ. അല്ല ഏട്ടന് യാത്രക്ക് സുഖമായിരുന്നു? എനിക്ക് സുഖമൊക്കെ തന്നെയായിരുന്നു. അല്ല, വെയിറ്റ്, അതാരാ? ആരാ മോനെ? ദാ നിക്കുന്നില്ലേ, ദാ കുട്ടി, സാരി കൊടുത്ത് അതാരാ? ഓ, അത് രാധു. ടീ രാധു, ദേ സൂര്യ വിളിക്കുന്നു. വല്യമേ, ദേ പറഞ്ഞു. എന്താ വല്യമേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എവിടെ പോയി നിൽക്കരുതെന്ന്. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ അടുക്കള ചെയ്യണം. അല്ല, ഇതാര് ശരിക്കും? അല്ല, ഈ വല്യമ്മന്നൊക്കെ വിളിക്കണ കേട്ടേ. ഓ, അത് ഇവിടുത്തെ വേലക്കാരിയാ, രാധു. അവളുടെ വിളിപ്പേരും യഥാർത്ഥ പേരും അതൊക്കെ തന്നെയാ. പിന്നെ മോനെ, ഇത് ഇവിടുത്തെ വേലക്കാരിയാട്ടോ. വല്യമ്മേ, ഓ, ആണോ? എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. നീ എന്തിങ്ങനെ കരഞ്ഞു മേടിച്ചോടെ നിൽക്കുന്നേ? പോയി വെള്ളത്ത് കൊണ്ടുപാടി. ഇതാ കൊണ്ടുവരുന്നു. അവളെ വെള്ളം കൊണ്ടുവന്നപ്പോ അശ്രദ്ധ മൂലം സൂര്യയുടെ മീത്ത് വെള്ളം തെറിച്ചു. ഓ മൈ ഗോഡ്. നീ എന്തുവാടി ചെയ്തേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ മേലെ നിൽക്കരുത്. ഓരോ കാര്യങ്ങൾ കൊണ്ട് വന്നേക്കവള്. ഒരു പണി മരിക്ക് ചെയ്യാൻ നിനക്കറിയില്ല അല്ലേ? മക്കളെ, നിങ്ങള് മോനെ, നിങ്ങൾ അവരുടെ കൂടെ ചെന്നു. അവര് നിങ്ങൾക്ക് തുണി കഴുകാനും അതുപോലെ തന്നെ നിങ്ങളുടെ റൂമൊക്കെ കാണിച്ചു തരും.
ഓക്കെ ചെറിയമ്മ, ഞാൻ ദേ പോയിട്ട് വരാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും സൂര്യയുടെ കണ്ണ് ഇപ്പോഴും നമ്മുടെ രാധുവിൻ്റെതായിരുന്നു. പലപ്പോഴും സൂര്യ രാധുവിനെ കുറേ പ്രാവശ്യം ഒഴിവാക്കുകയും അതുപോലെ തന്നെ അവളെ ശല്യം ചെയ്യാനും ഇതിനൊക്കെ നിൽക്കണമായിരുന്നു. അതൊക്കെ ഒരു രസമായിട്ടാണ് കണ്ടായിരുന്നത്. പക്ഷെ രാധു എന്താ എന്താ എനിക്കിങ്ങനെയൊക്കെ? അമ്മയ്ക്ക് എന്നെ വേണ്ട, അച്ഛനും എന്നെ ഇങ്ങോട്ട് അമ്മ കൊണ്ടുവന്നാക്കി നന്നായി നോക്കാനായിരിക്കാം. പക്ഷെ ഇവിടേക്ക് നരകത്തില്ല. ഞാൻ എന്തുവാ ഇവിടുത്തെ ഒരു വേലക്കാരിയോ? വന്ന് കയറി വരെ എൻ്റെ അടുത്ത് പലപ്പോഴും സൂര്യ അവളെ അടുത്ത് നിർത്താനും കിസ് ചെയ്യാനും അതിനൊക്കെ നിർത്തുമായിരുന്നു. അതിനൊന്നും ആയിരുന്നില്ല അവിടെ നിന്ന് അടുത്ത് കിട്ടാൻ, അവളെ ഒന്ന് കാണാൻ, അതിന് മാത്രമായിരുന്നു സൂര്യ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അവളുടെ ഭയം, അവളുടെ ആ ഉണ്ടക്കണവ്, അതൊക്കെ സൂര്യ ഭയങ്കരമായിട്ട് ആകർഷിപ്പിച്ചു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞ നമ്മുടെ ലക്ഷ്മിയും അവളുടെ 3 പിള്ളേരും രാധുവിനെ കുറെ ശകാരിക്കുകയും അവളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. എല്ലാവരും കൂടി അവളെ ശകാരിക്കുന്ന കേട്ട് സൂര്യ ഇടപെട്ടു. പതിയെ അവള് സൂര്യയെ കൂടുതലെടുത്തു. അതും പറഞ്ഞ് സൂര്യ അവളെ കുറെ സഹായിച്ചു. അവളെ എല്ലാവരും ഉപദ്രവിക്കുന്നതിൽ കുറെയൊക്കെ അവൻ തന്നെ തടയാൻ തുടങ്ങി. ലക്ഷ്മിയും മക്കളും 18 അടവെടുത്ത് സൂര്യയുടെ അടുത്ത് വന്ന് ഭയങ്കര കൊഞ്ചിക്കൊഴിയാനും ഒക്കെ നിർത്തി. ലക്ഷ്മി അതിനൊക്കെ വളം വെക്കുകയും ചെയ്യും. പക്ഷെ സൂര്യ അവൻ്റെ ഉള്ളിൽ രാധുവായിരുന്നു. രാധുവിന് ഇതൊന്നും അറിയില്ല. രാധു കാണുമ്പോൾ രാധുവിൻ്റെ അടുത്തുള്ളതുപോലെ സൂര്യ അവളുടെ 3 ചേച്ചിമാരുടെ അടുത്തും ഇതുപോലെ കാണിക്കുന്നു. വല്യമ്മനെ വിളിച്ചായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ല അവൻ്റെ അടുത്ത് ചെല്ലരുതെന്ന്. വല്യമ്മ അത് ഞാനല്ല സൂര്യ സാർ. അല്ലമ്മ, ഇവള് തന്നെയാ സൂര്യയുടെ പിന്നാലെ കുറെ നടക്കും ഞാൻ കണ്ടത്. എൻ്റെ പൊന്നു മോളെ, നീ ഇതിനൊന്നും നിൽക്കണ്ട. നിനക്ക് നിങ്ങൾ 3 ചേച്ചിമാരെയൊക്കെ ഓർമ്മയില്ലേ? പിന്നെ നിനക്ക് ഇതുപോലെ പണക്കാരായിട്ടോ അല്ലെങ്കിൽ ഇതിനൊന്നും നിന്നോട് പറ്റില്ല. വല്ല ഓട്ടോറിക്ഷക്കാരോ അല്ലെ കൃഷിക്കാരൊക്കെ അടുത്ത് പോയാൽ മതി. അതൊക്കെ നിന്നെ കൊണ്ട് പറ്റൂ. അല്ലെ നിന്നെ കാണാൻ എന്തിനു കൊള്ളാം. എൻ്റെ പൊന്നു മക്കൾ നമ്മണ്ടാണ്ടെന്ന് ഇനി ഞാൻ പറയാം. പൊന്നു മോളെ രാധു, ഞാൻ ഇത്ര നേരം രാധു മറ്റേതും വാങ്ങിന്ന് വിളിക്കണതേ ഇതാ സൂര്യ വീട്ടിലുള്ളതുകൊണ്ടാ. ഇനി മേല നീ അവൻ്റെ അടുത്തോ അവൻ്റെ പൈസ അടുത്തോ വന്ന് പോകരുത്, കേട്ടല്ലോ. പിന്നെ ഇവര് പറഞ്ഞ പോലെ നിന്നെ എന്തിനു കൊള്ളാം. അവളുടെ ഒരു നന്ദി പിഞ്ചൊരു സാധനം, ഡ്രസ്സും ഉണക്കാത്ത മുഖവും കയറി പൂടിയൊക്കെ തിങ്ങി എന്ത് നോക്കി മൂങ്ങി നിൽക്കുക. അല്ല, നിന്നോട് എൻ്റെ അവ പറഞ്ഞൊന്നും കേട്ടില്ലേ? പോടി മക്കളെ. എങ്ങനെയില്ല നിങ്ങൾ ആരെങ്കിലും ഒന്നവനെ വളച്ചെടുത്ത് കല്യാണം കഴിച്ചെടുക്കാൻ നോക്കുക. അവനെ പൂത സത്താ. നമ്മൾ ഇതേ ധൈര്യത്തിൽ നിന്ന് ഞാൻ ശരിയാണോ തോന്നുന്നില്ല. അതമ്മ പേടിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ 18 അടവെടുക്കുന്നുണ്ട്. അവനാരിഷ്ടം നോക്കട്ടെ. അല്ലെങ്കിലേ ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു ചാഞ്ചാട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് വേണം അവളുടെ സ്വത്തുകളും എല്ലാം എനിക്ക് അടിച്ചു മാറ്റാൻ. അത് കഴിഞ്ഞ് ഇതിനൊക്കെ എന്തിനു കൊള്ളാം. ആ സൂര്യനെ കണ്ടൊരു ഭംഗിയില്ല, കുത്തങ്ങി വാങ്ങുന്നില്ല. അവൻ്റെ സ്വത്ത് കണ്ടിട്ടോ പണം കണ്ടിട്ടോ വരുന്നേന്ന് അത് അവൻ അറിയില്ലല്ലോ. പക്ഷേ ഇതൊക്കെ കേട്ട് സൂര്യ മറന്നു നിൽക്കണ്ടായിരുന്നു. സൂര്യയുടെ മനസ്സിൽ രാധുവാണെന്നും സൂര്യക്ക് ഇവരെ ഇഷ്ടമല്ലെന്ന് സൂര്യക്കറിയാം. അതും പറഞ്ഞ് ഇവരെ പദ്ധതി പൊളിക്കാനായി സൂര്യ തന്നെ ഒരു പ്ലാൻ ചെയ്തു. ചെറിയമ്മ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറയും മോനെ. അത് പിന്നെ ചെറിയമ്മ, എനിക്ക് ചെറിയമ്മയുടെ മക്കളിൽ ഒരാളെങ്കിൽ ഭയങ്കര ഇഷ്ടം. എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്. ആര്യമായൊക്കെ ഇഷ്ടം? എനിക്ക് അനുവിനാ ഇഷ്ടം, അനാമികയാണെ. മോളെ നിനക്ക് അടിച്ചല്ലോ ചേച്ചി. എനിക്ക് തോന്നിയായിരുന്നപ്പോഴേ. ആണോ അനാമിക മോളെ? നിനക്ക് സ്വയം ഇഷ്ടമാണോ? അതമ്മേ. ചെറിയമ്മ, അവൾക്ക് എന്നെ ഇഷ്ടം. ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഇത് കേട്ട് രാധു ആകെ എന്തോ പോലെ. സൂര്യ എന്താ സംഭവിക്കണേന്ന് പറയാൻ വേണ്ടി രാധുവിൻ്റെ അടുത്ത് വന്നപ്പോൾ രാധു പതിയെ മാറി തുടങ്ങി. പതിയെ അകലാൻ തുടങ്ങി. രാധു നീ ഇത് കേക്ക്, എന്നിട്ട് നീ പോയാ മതി. ഏട്ടാ ഇതൊന്നും കേൾക്കണ്ട. വലിയ കണ്ട പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീ അവിടെ നിന്ന്. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ? തനിക്ക് തോന്നുമ്പോൾ പലൊന്നും ചെയ്യാനും എൻ്റെ അടുത്ത് മിണ്ടാനും മാത്രം ഞാനോ? ഇതാ ഞങ്ങളുടെ കല്യാണോപചാരിക്ക് ഞാൻ അറിഞ്ഞ്. രാധു അതങ്ങനെയല്ല. സൂര്യ എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ഏട്ടാ അതൊന്നും വേണ്ട ഏട്ടാ. ഇവര് പാവങ്ങളാ. പണത്തിന് കുറച്ച് ആർത്തി ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അതൊന്നും അല്ല.
രാധു നീ ആരും സപ്പോർട്ട് ചെയ്യണ്ട, പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അങ്ങനെ കല്യാണത്തിന് ദിവസങ്ങളെടുത്തു. കല്യാണത്തിൻ്റെ അന്ന് അമ്മ സൂര്യേട്ടനെ കാണുന്നില്ല. എന്താ സൂര്യനെ കാണില്ലെന്നോ? അവനവിടെ പോയി. ഈ കല്യാണ സമയത്ത് അവിടെ പോയി. അറിയില്ല അമ്മ എവിടെയാ. അതേസമയം സൂര്യൻ്റെ രാധു ആ രണ്ടുപേരും ഒളിച്ചോടിയായിരുന്നു. അടുത്തുള്ള കാവിൽ ചെറു താലിമാല ചാർത്തി അവരൊന്നിച്ചു. ആഘോഷമോ കൊട്ടഘോഷമോ ഒന്നുമില്ലാതെ അവർ അവരുടെ കാറിലേക്ക് തിരിഞ്ഞു, കർണാടകയിലേക്ക്. എടോ എനിക്ക് വീടെത്തി. ഏ ആ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. സാരില്ല, താൻ വാ. ഇതാണോ വീട്? പിന്നല്ലാതെ ഇതാ നമ്മുടെ വീട്. അവളാ കമ്പരന്ന് പോയി. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും വലിയ വീടെങ്കിലും അവൾ കാണുന്നത്. അവൾ ആ വീട്ടിൽ വലതുകാലം വെച്ച് കയറി. ഏട്ടാ താൻ വന്നോ? വാ ഇരിക്കേ. അല്ല തനിക്ക് പേടിയാവുന്നുണ്ടോ? അത് പിന്നെ ഏട്ടാ ഇല്ല. തൻ്റെ ഈ സംസാരത്തിൽ തന്നെ അറിയാം തനിക്ക് പേടിയുണ്ടെന്ന്. അത് വേണം, ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ. ഏട്ടാ പറ. അല്ല താനും ചെറിയമ്മയായിട്ട് എന്താ ബന്ധം? ഏട്ടാ അതിനോട് പറയണ്ടെന്നാ പറഞ്ഞിരുന്നത്. ഏട്ടനായതുകൊണ്ട് പറയാം. എൻ്റെ സ്വന്തം വല്യമ്മ. അത് ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ വല്യമ്മയ്ക്ക് എന്നെ വളർത്താൻ ഏൽപ്പിച്ചത്. അമ്മേനെ ഇതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എന്നെ എപ്പോഴും വളർത്തിയതും നോക്കിയതൊക്കെ വല്യമ്മയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് സങ്കടം തന്നെ ഏട്ടാ. ഓ തൻ്റെ വല്യമ്മയാണല്ലേ? അപ്പോ നമ്മൾക്കൊരു കുടുംബക്കാരല്ലേ? എന്തായാലും സാരില്ല, തൻ്റെ മോർച്ചക്കനെയാണ് കിട്ടിയത്. ഓ ആണല്ലേ, സാരില്ല. താനവരത്ര ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. തൻ്റെ വേദങ്ങൾ എനിക്കറിയാം. അവരെ തന്നെ നോക്കി. പക്ഷേ അതൊരു വേലക്കാരി എന്ന രീതിയിൽ മാത്രം, അനിയത്തിയുടെ ഒരു കടമ. പക്ഷെ താൻ തന്നെ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞേ. ഏട്ടാ എന്നോട് ക്ഷമിക്കണം ഏട്ടാ. എന്നോട് വലിയ പറഞ്ഞ് ആരോടും ഒന്നും പറയരുത് എന്നൊക്കെ. അല്ല താൻ ഇത്ര പഠിച്ചു, ഞാൻ ഇതൊരു ടെസ്റ്റ് ചോദിക്കാൻ വന്നില്ല. എന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ല ഏട്ടാ. സാരില്ല, തന്നെ ഞാൻ പഠിപ്പിക്കാം. അല്ല ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ പ്ലാൻ? എന്ത്? അല്ല തനിക്ക് ഇങ്ങനെ ഇരിക്കാനാണോ ഉദ്ദേശം എന്ന്? അയ്യോ ഏട്ടാ പാല്. അതവിടെ ഇരിക്കും, ഇതിന് കാര്യം പറ. ഏട്ടാ രാധു തൻ്റെ വയ്യ കുറഞ്ഞില്ലേ? ഏട്ടാ അത് പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ആ നീ പറ, നീ അതിനെ നാണിക്കണേ. ഏട്ടാ എനിക്ക് തോന്നുന്നത് ഞാൻ ഗർഭിണിയാണെന്നാ. ശരിക്കും? ഉറപ്പാണോ? അറിഞ്ഞൂടാ. നാട്ടില് നിനക്കാണ് അവിടെ ആൾക്കാർ ഒരു നാമ്പ് പറയാറ്. നീ ഇത് പോയി നോക്കിയിട്ട് വന്നേ. ഇതെന്താ? ഓ അത് ഞാൻ പറഞ്ഞുതരാം, നീ അതിപ്പോൾ ചെയ്താൽ മതി. ഏട്ടാ ഇത് നോക്കി. ഇനി അല്ലേ ഞാനും കറിയെത്തി പറഞ്ഞതാട്ടോ. നില്ല് നോക്കട്ടെ, തൻ്റെ നാട്ടുപറ്റി ശരിയാണോ ഞാൻ നോക്കിയിട്ട് പറയാം. ആ രാധു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല പിന്നെ അല്ലായിരിക്കല്ലേ? താൻ വിഷമിക്കാതെ ഇതൊന്നുകൂടി പോയി ചെക്കിട്ട് വന്നേ. ഞാനാ വരുന്നു ഏട്ടാ. താൻ വന്നോ? നില്ല, ഞാൻ നോക്കട്ടെ ഒന്നുകൂടി. ഓ മൈ ഗോഡ്, താങ്ക് ഗോഡ് രാധു. എന്തേട്ടാ? നമ്മൾ അച്ഛനപ്പം പോവാ. ശരിക്കും? ആടോ ശരിക്കും. ഇനി തൻ്റെ വിഷമങ്ങളൊന്നും ഉണ്ടാവൂല. ഈ കുഞ്ഞു വരുന്നതോടുകൂടി നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരാൻ പോണം. തൻ്റെ വല്യമ്മയും ഇവരൊക്കെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരാൻ പോവാടോ. ഇതറിഞ്ഞപ്പോ ആദ്യം ലക്ഷ്മിക്കും മക്കൾക്കും ഒരുമാതിരി ആയെങ്കിലും പിന്നെ അവർക്ക് സന്തോഷം തന്നെ ആയത്. ലക്ഷ്മിക്ക്
കൊച്ചുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് രാധുവിനെ കഷ്ടപ്പെട്ട് വളർത്തിയതൊക്കെ. അനിയത്തിയുടെ കടമയും കൂടിയാണ്. എന്നാലും സ്വന്തം മക്കളെക്കാട്ടും ഒരാളും നോക്കൂലല്ലോ ആരും. അതുകൊണ്ടാണ് അവള് ഇങ്ങനെയൊക്കെ കാട്ടുകൂട്ടിയത്. എന്ന് വെച്ചാലും രാധുവിനൊരു കൊച്ചു പിറന്നു, അവര് ഹാപ്പിയായി. പക്ഷെ സൂര്യയുടെ പേടി കാരണം അവളെ 7-ാം മാസം അങ്ങോട്ട് വിടാനോ ഒന്നിനും നിന്നില്ല. പ്രസവശേഷം ഇവരെല്ലാവരും ഒന്ന് കാണാൻ ചെയ്താർ. പതിയെ അവരെ ദേഷ്യം കയറും. പക്ഷെ എന്നാലും സൂര്യ ഇല്ലാത്ത സമയത്ത് അവരിടയ്ക്ക് അവളെ ഒന്ന് കയറി ഒത്താറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറെ അപമാനം കിട്ടിയതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ മറ്റൊരു ദിവസം രാധു വാ നമുക്ക് അമ്പലത്തിൽ പോവാം. അവൾക്ക് ഇപ്പൊ എന്ത് പറ്റി? രാധുവിന് എന്ത് പറ്റി മോനെ? എന്ത് പറ്റാനോ, അടുത്തത് വരുന്നുണ്ട്. അടുത്തതോ? എന്നുവെച്ചാ അമ്മ ചോദിച്ചാ പയ്യന്നെ ആണേ അടുത്തത് വരുന്നുണ്ട്. നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരുന്നവരെ കുറച്ച് മാങ്ങ മേടിച്ചിട്ട് വരാം. അത് ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. അച്ഛടാ പാവുണ്ട്, അതിനൊന്നും മനസ്സിലായില്ല. ആ പഞ്ഞാലല്ല മറ്റേ എന്തുവാ എന്താ പറ്റി അതുണ്ടല്ലോ എൻ്റെ പൊന്നു മോള്, അച്ഛ പറയുന്ന കേക്ക്. അതെന്ന് വെച്ചാ മോൾക്ക് ഒരു ഭാവി ഉണ്ടാവാൻ പോവാ. മോള് ചേച്ചിയാൻ പോവാടാ. അത് കുറച്ച് നാളെടുക്കും. പപ്പയുടെ പൊന്നു മോള് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അതോ അത് അമ്മയുടെ വയറ്റിലുള്ളത്. ഇല്ല, അമ്മയുടെ വയറ്റിലല്ലേ ഉണ്ണികള് വളരെയൊക്കെ ചെയ്യാം. അതാ ആനോ ഉച്ചോ ബാബേ വേഗം വന്നേ, ചേച്ചി ബേറ്റിങ്ങാ.